നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സർവീസ് നിങ്ങൾ എത്ര പുഷ് ചെയ്താലും ആൾക്കാർ ചിലപ്പോൾ ഇഗ്നോർ ചെയ്യണ കാണാം. അതായത് നിങ്ങൾ എത്ര ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് അത്ര ഉറപ്പുണ്ട്, പക്ഷെ നിങ്ങൾ എത്ര പുഷ് ചെയ്തിട്ടും ആളുകൾ വാങ്ങുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് മാർക്കറ്റിങ്ങിൽ നമ്മളൊരു സാധനം മാർക്കറ്റ് ചെയ്യുന്ന രണ്ട് ഫാക്ടർ ഉണ്ട്. ഒന്ന് പുൾ ഫാക്ടർ ഉണ്ട്, രണ്ട് പുഷ് ഫാക്ടർ ഉണ്ട്. ചില പ്രൊഡക്ട്സ് നമ്മൾ എത്ര പുഷ് ചെയ്താലും ആളുകൾ വാങ്ങണമെന്നില്ല. അതായത് ചില ഗുഡ്സ്, അതായത് നമുക്ക് ഡെയിലി യൂസുള്ള ഗുഡ്സൊക്കെയാണ് നമ്മൾ പുഷ് ചെയ്തതിന് ചിലപ്പോൾ അവർ മേടിക്കും. പക്ഷേ ഈ ലക്ഷറി ഗുഡ്സ്, അങ്ങനത്തെ ഗുഡ്സൊക്കെ നമുക്ക് ഒരിക്കലും പുഷ് ഫാക്ടറോടെ സെയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സാണ് പുൾ ഫാക്ടർ. ഈ പുൾ ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമറുടെ അടുത്ത് നമ്മുടെ പ്രൊഡക്റ്റ് സർവീസ് പുഷ് ചെയ്യിപ്പിക്കാണ്ട്, അതായത് മേടിക്കുന്ന പറഞ്ഞ് ശല്യപ്പെടുത്താതെ നമ്മളെ അടുത്തേക്ക് കസ്റ്റമറിനെ ഞങ്ങൾക്കിത് വേണം എന്ന് പറഞ്ഞ് വരുത്തിക്കുന്നതാണ് പുൾ ഫാക്ടർ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ വലിയ ലക്ഷറി വാച്ചുകളൊക്കെ നമ്മൾ ഡയറക്റ്റ് അവർ ഷോപ്പിൽ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കതൊരിക്കലും മേടിക്കാൻ കിട്ടില്ല. കാരണം നമ്മുടെ കുറേ ഇത്ര വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്, അത് വെയിറ്റ് ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ മുമ്പത്തെ ബ്രാൻഡ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം, അല്ലെങ്കിൽ മുമ്പത്തെ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം എന്നൊക്കെ പറയുന്ന ഒരു ലക്ഷറി വാച്ചുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവർ ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ പുൾ ഫാക്ടറാണ്. അതായത് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഈ സാധനത്തിലുള്ള നീഡ് വർദ്ധിപ്പിക്കുക. അതായത് ഈസി ആയിട്ട് ആളുകൾ പോയി മേടിക്കാൻ കിട്ടുന്ന സാധനമാണെങ്കിൽ ആളുകൾക്ക് അതിനോട് മതിപ്പുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇത് കിട്ടാത്തൊരു സാധനം പോലെ ആക്കിയിട്ട് കസ്റ്റമേഴ്സിന് ഇതിൻ്റെ അടുത്തേക്ക് ചോദിച്ച് വന്ന് എത്ര സമയം വേണമെങ്കിലും വെയിറ്റ് ചെയ്ത് അവർ വാങ്ങാൻ റെഡി ആയി നിൽക്കണം. സോ നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പ്രൊഡക്ട്സ് ഏത് മെത്തേഡ് വഴിയാണ് സെല് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ സർവീസ് ചെയ്ത് സെല് ചെയ്യേണ്ടത്, അത് പുഷ് ഫാക്ടർ ആണോ പുൾ ഫാക്ടർ ആണോ. ചില പ്രൊഡക്ട്സ് നമുക്ക് ഒരിക്കലും പുൾ ഫാക്ടറിലൂടെ സെല് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ സെല് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ ഫണ്ട് ഇറക്കേണ്ടി വരും. സോ ആ സിനാലിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആണ് പുഷ് ഫാക്ടർ. ഫോർ എക്സാമ്പിൾ ഡോർ ടു ഡോർ സെയിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് കസ്റ്റമർ ഇൻട്രാക്ഷൻ വഴി സെയിൽ ചെയ്യുന്നതാണ് പുഷ് ഫാക്ടർ പറയുന്നത്. ഈ പുഷ് ഫാക്ടർ വേണമെങ്കിൽ ആളൊരു നല്ലൊരു സെയിൽസ്മാൻ ആയിരിക്കണം. പുൾ ഫാക്ടർ വേണമെങ്കിൽ ആൾ പുള്ളിൽ നല്ല മാർക്കറ്റർ ആയിരിക്കും.